പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകണം. നമുക്ക് മനോരമയിൽ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി കൊടുത്തിരിക്കുന്നത് ചോരക്കൊമ്പിൽ ആനക്കലിയാണ് വാർത്ത. ഇന്നലെ അവസാനവും വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതായത് തുടർച്ചയായി കാട്ടാനാക്രമണം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പാലോട് നിന്നും ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തു അല്ലേ? കാലാവസ്ഥ ഇതിനൊരു ഘടകമാണെന്ന് തോന്നുന്നു. ചൂട് വരുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇത് കൂടാനല്ലേ സാധ്യത? അതാണ് ഇനി സർക്കാർ, ഞാൻ ഇന്നലെ മീറ്റ് ദ ഡീറ്റെയിൽസിൽ പറഞ്ഞു, സർക്കാർ നേരിടാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ചൂടായിരിക്കും. കാടിനുള്ളിൽ ചൂട് കൂടിയാൽ ഈ കാട്ടാനകളൊക്കെ ഈ കരടിയും പുലിയൊക്കെ പുറത്തിറങ്ങി വരുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നടന്നു പോകുമ്പോൾ കറുത്ത പൂച്ചയെ കണ്ടു എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു അല്ലേ? ഇപ്പൊ ആന മാത്രമല്ല കരടിയും പുലിയും കടുവയും ഉണ്ട്. അതുകൊണ്ടാണ് പി വി അൻവർ പറഞ്ഞൊരു വാചകം വളരെ കറക്റ്റാ അല്ലേ? കേരളം തുറന്ന മൃഗശാലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പി വി അൻവറിന്റെ ഒരു ഡയലോഗ്. കിണ്ണം കാഴ്ച ഡയലോഗാ. പക്ഷേ പി വി അൻവറിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയാൻ പറ്റുമായിരിക്കും. അതാണ് കുറച്ച് ദിവസമായിട്ട് ഒന്നും കേൾക്കാനുമില്ല. അപ്പൊ നമ്മൾ വാർത്തകളിലേക്ക് കടന്നാൽ വീണ്ടും കാട്ടാന ആക്രമണം 3 ദിവസത്തിനിടെ 4ാമത്തെ മരണം എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ചോരക്കൊമ്പിൽ എന്നുള്ളതാണ് തലക്കെട്ട്. ഇന്നലെ നമ്മൾ വാർത്തകളൊക്കെ കണ്ടതാണ്. അട്ടമലയിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധു ചക്കി പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യം കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. തേയിലത്തോട്ടത്തിലെ വഴിയിൽ പുരുവയിലത്ത് ആരുടെയോ മുണ്ടുകൊണ്ട് മൂടിയിട്ട നിലയിൽ അട്ടമല ഏറാട്ടുകൊണ്ട് പണിയ ഊരിലെ ബാലകൃഷ്ണൻ കിടക്കുന്നു. ഇന്നലെ ബാലകൃഷ്ണന് 27 വയസ്സാണ്. വയനാട്ടില് ഈ അട്ടമലയ്ക്ക് തൊട്ടടുത്ത് അപ്പുറത്ത് നൂൽപ്പുഴയിൽ മരിച്ച മനുവിന് വയസ്സ് 45 ഇരുവരും മരിച്ചത് ഒരാൾ ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലും മറ്റൊരാൾ മരിച്ചത് ഒരു എസ്റ്റേറ്റ് കോമ്പൌണ്ടിലുമാണ്. നേരം വെളുത്തിട്ടും കാണാതായപ്പോൾ തിരിഞ്ഞിറങ്ങിയതാണ്. വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചു. അടുത്തെത്തിയപ്പോൾ ആണ് ആള് പോയെന്നറിഞ്ഞത്. ബാലകൃഷ്ണന്റെ ബന്ധു ഗോപിക്ക് തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മദ്യപാനം പാടില്ല, കാട്ടാന കൊല്ലും, ബാലകൃഷ്ണനെ പ്രതിയാക്കുന്ന തരത്തിൽ പത്രക്കുറിപ്പുമായി വനം വകുപ്പ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ വന്നു. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. പത്രക്കുറിപ്പിൽ പറയുന്നത് അട്ടമലപ്പാടിയിൽ താമസിക്കുന്ന ബന്ധുക്കളെ കാണാൻ പുലർച്ചെ 3 മണിയോടെ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചതെന്ന് വനം വകുപ്പ് പറയുന്നു. മദ്യത്തിന്റെ മണം കാട്ടാന വേഗം അറിയുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ഉൾക്കാട്ടിലേക്ക് പോകുന്നവരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ജനവാസ മേഖലയിൽ കൊല്ലപ്പെട്ട ഗോത്ര യുവാവിനെതിരെ വനം വകുപ്പിന്റെ നിലപാട്. നേരത്തെ പഞ്ചാരക്കൊല്ലിയിലെ രാധയെ കടുവ ആക്രമിച്ചതും കാട്ടിനുള്ളിൽ വെച്ചാണെന്ന നിലപാടിലായിരുന്നു വനംവകുപ്പ്. വനംവകുപ്പിന് ഇത് എന്തെങ്കിലും നാട്ടിൽ നടന്നാൽ അത് കാട്ടിലോട്ടിടണം എന്നൊരാഗ്രഹമാണ് എന്ന മട്ടിലായിരുന്നു ഇന്നലത്തെ പ്രതികരണം വന്നത്. അതിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണവും ഉണ്ടായി. മറ്റൊന്ന് രഞ്ജി ട്രോഫി കേരളം സെമിയിൽ വന്നൊരു വാർത്തയുണ്ട്. മറ്റൊരു ദേശാഭിമാനി തന്ത്രപരമായിട്ടൊരു സ്ഥാനം ചെയ്യുന്നുണ്ട്. അതായത് ദേശാഭിമാനി മരിച്ച ബാലകൃഷ്ണന്റെ വാർത്ത കോളം വാർത്തയാവുകയും കേന്ദ്ര നിയമം മാറ്റില്ലെന്ന്, വന്യജീവി നിയമം മാറ്റില്ലെന്ന് കേന്ദ്രം, അതായത് നേരത്തെ തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറഞ്ഞത് കേന്ദ്ര നിയമമാണ് ഇതിന്റെ 1972 കേന്ദ്ര നിയമം. അതെ, ആ നിയമം ഉദ്ധരിച്ചിട്ടാണ് ഇന്ന് ദേശാഭിമാനി. അതായത് വനം വകുപ്പ് മന്ത്രിക്ക് നാട്ടിലെ കാട്ടാന ആക്രമണം കാട്ടാന ആക്രമണമാക്കി മാറ്റണം. സർക്കാരിന് അത് സംസ്ഥാന സർക്കാരിന്റെ വിഷയമല്ല, കേന്ദ്ര സർക്കാരിന്റെ വിഷയമാക്കി മാറ്റണം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും നഷ്ടപ്പെടാൻ എത്ര ജീവിതങ്ങൾ ബാക്കി. മാത്രമല്ല റോഷി, ഈ കൊല്ലപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരാരും ഈ മധ്യവർഗ സമൂഹത്തിൽപ്പെട്ട മനുഷ്യരല്ല. ഈ കാട്ടാന ഇതേപോലെ മാനവീയത്തിൽ ഇറങ്ങി ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനെ ആക്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു. അന്നറിയും എന്താണ്. അതാണ്. അപ്പൊ ഈ പറയുന്ന മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി. കാരണം നിരന്തരം കൊല്ലപ്പെടുന്ന വനവാസ മേഖലയിൽ താമസിക്കുന്നവരായിരിക്കുമല്ലോ ഈ ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യര്. അവരിങ്ങനെ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. പെരുവന്താനത്ത് മരിച്ചത് കാട്ടിലല്ലോ, പ്ലാന്റേഷനിലാണ്. ഈ ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലാണ് മരിച്ചത്. ഉന്നതിയിൽ തന്നെയാണ് മരിച്ചിരിക്കുന്നത് നമ്മുടെ മനു. ഇത് മരിച്ചിരിക്കുന്നതും അട്ടമലയെ മരിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. പെരുവന്താനത്ത് അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴാണ് സോഫിയ മരിക്കുന്നത്. അപ്പോൾ വനവകുപ്പ് മന്ത്രി ആ ഘട്ടത്തിൽ പറഞ്ഞത് വനവകുപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാനാണെങ്കിലും അത് ശരിയായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മാധ്യമത്തിൽ എന്താ തലക്കെട്ട്? മാധ്യമം ഇന്ന് ഈ റാഗിംഗ് ആണ്. റാഗിംഗ് തുടരുകയാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് 5 3-ാം വർഷ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത്. ക്രൂരം ഹൃദയഭേദകം എന്ന തലക്കെട്ടിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. മുറിവിൽ സ്പിരിറ്റ് ലോഷൻ പുരട്ടി സ്വകാര്യ അതെ, മാത്രമല്ല അത് ആ വാർത്ത 5-ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ സ്കൂളിലെ കോളേജിലേക്ക് കാലം ആലോചിച്ചു പോയി. അന്നൊന്നും ഈ രീതിയിൽ അല്ലെ അങ്ങനെ റാഗിംഗ് നേരിട്ടിരുന്നോ? റാഗിംഗ് എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല, ആ തരത്തിലില്ല. റാഗിംഗ് ചെയ്തിട്ടുണ്ടോ?
ചെയ്തിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ഇരയായിട്ടുണ്ട്. പിന്നെ കസേരയിൽ ഇരിക്കുക, പാട്ട് പാടാൻ അറിയാമല്ല നമ്മളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, അതൊക്കെയായിരുന്നു അന്ന് ഏറ്റവും വലുത്. അതൊക്കെ തന്നെ നമ്മളിൽ ഏൽപ്പിക്കുന്ന സംഘർഷം ചെറുതാണ്. ഞാൻ ക്രൂരമായ റാഗിങ്ങിന് ഒരു ഘട്ടത്തിൽ ഇരയാകേണ്ടി വരുമെന്ന് ഭയം തരുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അതിൽ നമ്മളെ റാഗിങ്ങിന്റെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്തിയ ചില ആളുകളൊക്കെ നമ്മുടെ ഉന്നത മേഖലകളിലൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ റാഗിങ്ങിന്റെ പേരിലാണ് വന്ന് പേടിപ്പിച്ചു, പക്ഷെ അവരൊന്നും ചെയ്തില്ല കേട്ടോ. ഈ പറയുന്ന പോലുള്ളതിന്റെ 7 അയലത്തേക്ക് പോലും വന്നില്ല. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തിരുന്നൊരു നിലപാടുണ്ട്, ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നത് ശരിയല്ല ഒരർത്ഥത്തിലും. അതിന് പറയുന്നൊരു ന്യായമുണ്ട്. എന്താണെന്നറിയോ, ഇൻട്രോവെർട്ടുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണിത്. അത് ഈ ചങ്ങാതിമാരെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ ഇൻട്രോവെർട്ടുകളെ പുറത്തു കൊണ്ടുവരാൻ. പൂക്കോട് കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം നമ്മളൊക്കെ കരുതിയത് ഇതിന്റെ ഒരു ഭീകരത അവസാനിക്കുന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ആരിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പായിട്ട് പറയണം, SFI പോലുള്ള സംഘടന, KSU പോലുള്ള സംഘടന, ABVP, ഈ സംഘടനകളൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. ഈ റാഗിങ്ങിനെതിരെ ഈ 3 സംഘടനകളും ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നിപ്പോ ആ സംഘടനകൾ ആക്റ്റീവ് അല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട നമ്മളിപ്പോ സ്കൂൾ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിച്ചത് ഇതിന് വലിയൊരു കാരണമായിട്ടുണ്ട്. ഒരു കാലത്ത് കലാലയത്തിൽ രാഷ്ട്രീയം നേരിട്ട് കോളേജിലായിരുന്നില്ല, സ്കൂളിൽ രാഷ്ട്രീയം തുടങ്ങുകയാണ്, രാഷ്ട്രീയ കോളേജ്. ഇപ്പൊ അങ്ങനെയില്ല. അതുകൊണ്ട് കുട്ടികളിൽ വലിയൊരു ഭാഗം കക്ഷി രാഷ്ട്രീയമാണ്, അല്ലാതെ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് ഘടകമാണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന പ്രതിരോധം തീർത്തേനെ. ഇപ്പൊ SFI, KSU, ABVP അങ്ങനെ എല്ലാ സംഘടനാ പ്രവർത്തകർ റാഗിങ്ങിൽ വരുന്ന കേസുകൾ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ കോളേജുകളിൽ വിദ്യാർത്ഥി സംഘടനകളെ പേടിച്ചുകൊണ്ടെങ്കിലും റാഗിംഗ് ഒഴിവായിരുന്നു നേരത്തെയൊക്കെ. ഇത്ര ഭീകരമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പൂർണ്ണമായി ഇപ്പൊ സ്വാശ്രയ കോളേജിന്റെ എണ്ണം ഒരുപാട് കൂടി, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ബോധം കുറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും ചുരുങ്ങിയത് ഹൈസ്കൂളുകളിലെങ്കിലും രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോൾ അതിന്റെ മറുഭാഗത്ത് രക്ഷിതാക്കൾ ആശങ്കപ്പെടും, സമരം ഉണ്ടാവുമോ, ക്ലാസ് മുറി പഠനം ഉണ്ടാവുമോ. നല്ലത് സമരങ്ങളാണ്. സമരങ്ങളൊന്നുമില്ലെങ്കിലും ആശയങ്ങളോട് പോരാട്ടമാണ്. ഒരു വിദ്യാർത്ഥിയെ ഇത്രയധികം 6 വിദ്യാർത്ഥികൾക്കാണ് ക്രൂരമായ റാഗിങ്ങിന് ഇരയാകേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷിച്ചാൽ ആ മനുഷ്യനെ ഹീറോ ആവും. പക്ഷെ 100 പേരെ രക്ഷിക്കുമ്പോൾ നേഴ്സാവും എന്നുള്ളതാണല്ലോ വിശ്വാസം. പക്ഷേ ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുമ്പോൾ ഇനി ഇവരിൽ നിന്ന് ആര് രക്ഷിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് വല്ലാത്ത ഹൃദയഭേദകമാണ്. അവരുടെ ചിത്രങ്ങൾ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. വിവേക്, സാമുവൽ, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ അറസ്റ്റിലായത് CPM അനുകൂല സംഘടനാ നേതാവും അംഗങ്ങളും എന്നുകൂടി മനോരമ പത്രം കൊടുക്കുന്നുണ്ട്. നടന്നത് അതിക്രൂര റാഗിംഗ്, കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു, മുറിവേൽപ്പിച്ചു എന്നൊക്കെയാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി ആരുടെയിലാണ്? മാതൃഭൂമിയുടെ ലീഡ് എന്താണ് റഹീസെ? സഹകരണ ബാങ്കുകളുടെ ഒരു അതിജീവനമാണ്, അവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ്. തൃശ്ശൂരിൽ നിന്നാണ്. അതായത് സഹകരണ ബാങ്കുകൾ കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കി എല്ലാ കാര്യത്തിലും നിക്ഷേപത്തിൽ കൂടുതൽ നിക്ഷേപം വന്നു. ഒപ്പം അക്കൗണ്ട് എടുത്ത ആളുകളുടെ എണ്ണം കൂടി, നിക്ഷേപകരുടെ എണ്ണം കൂടി. ആ തരത്തിലുള്ള ഒരു കണക്കുകൾ വെച്ചിട്ടൊക്കെ ഉള്ള 31 ലക്ഷം അംഗങ്ങളാണ് പുതിയതായിട്ട് വന്നു. ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് കരുവന്നൂരടക്കം നമ്മുടെ കൊണ്ടന്നൂരടക്കം ഒക്കെ വലിയ വിവാദത്തിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ സംസ്ഥാനത്ത് ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കുന്നു, അവിടെ അക്കൗണ്ട് എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ലാഭങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണക്കാരന് പോയിട്ട് ഏറ്റവും പെട്ടെന്ന് വായ്പ കിട്ടാനുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ബ്ലേഡ് മാഫിയ ഒന്നും അങ്ങനെ ശരിക്കും പിടികൊടുക്കുക. അതാണ് അതിൽ ഏറ്റവും അപൂർവം ചില സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തട്ടിപ്പ് കൊണ്ട് ആ പേരില്ലാതായി എന്നുള്ളത്. പക്ഷെ എത്ര കോടിക്കണക്കിന് രൂപ സാധാരണക്കാരായ മനുഷ്യർക്ക് അവന്റെ ദൈനംദിന ജീവിതത്തിന് ഓരോ ദിവസം ഓടിപ്പോയി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ലോൺ കിട്ടും. എന്നാൽ ഈ പറയുന്ന രീതിയിൽ വലിയ പലിശയൊന്നും കഴുത്തറത്ത് വാങ്ങുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപം കൂടുന്നു, നിക്ഷേപകരുടെ എണ്ണം കൂടുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പറയുമ്പോഴത്തേക്ക് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇന്ന് 100 വർഷം പൂർത്തിയാക്കുകയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ മാതൃകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അതെ, സംസ്ഥാന സർക്കാരിന്റെ മിക്കവാറും പ്രോജക്ടുകളെല്ലാം ഊരാളുങ്കലിൽ തന്നെയാണ് കിട്ടുന്നത്, അല്ലെ? ഏതാണ്ട് മുഴുവൻ. ഇപ്പൊ ഈ ദേശീയപാതയിൽ തന്നെ പലയിടങ്ങളിലും ഊരാളുങ്കലിന്റെ റീച്ച് ചെയ്യുന്നത് ഊരാളുങ്കലാണ്. മാതൃഭൂമിയിലെ ഒരു നല്ലൊരു പടം, അതായത് വയോ വൈബ്, വാഴക്കാട്, മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിലെ പ്രായമുള്ള ആളുകള് 19 ബസ്സിൽ കയറുന്ന ആളുകള് ഇവിടെ മലമ്പുഴയിൽ പോയിട്ടുള്ള ഒരു ഉല്ലാസയാത്ര. 19 ബസ്സിൽ ഇത്രയും ആളുകൾ. ആ പടം നോക്കിയേ, ഗംഭീര ചിത്രമാണ് അല്ലെ? അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയോ വൈബ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ അവസാനിച്ചു, വീട്ടിൽ കുത്തിയിരിക്കാം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം മനുഷ്യര്, താങ്ക് യു റോഷി, ഒരു ചായ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായകളിലേക്ക് കൂടി കടക്കാം, നമുക്ക് നടക്കാം അങ്ങോട്ട്. അപ്പോൾ വയോ വൈബ് പറഞ്ഞപ്പോഴാണ് ഈ
40 കഴിഞ്ഞാലും 50 കഴിഞ്ഞാലും ഒക്കെ ജീവിതം തുടങ്ങുന്നു. അതേപോലെ 60 കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങുന്നതെന്നാണ് പല മനുഷ്യരും പറയുന്നത്. അത് തലസ്ഥാന നഗരിയിലേക്കൊക്കെ എത്തുമ്പോൾ കാണാം, പ്രായമായ മനുഷ്യരൊക്കെ രാവിലെ നടക്കാനിറങ്ങും, ചില മനുഷ്യർ ഒരുപാട് യാത്രകൾക്ക് പോകും. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ചിത്രം മനോഹരമാണ്, അത് തരുന്ന ഒരു പോസിറ്റീവ് സന്ദേശവും ചെറുതല്ല. അപ്പോൾ മറ്റു വാർത്തയിലേക്ക് വന്നാൽ ഇനി ദീപികയിൽ എന്താണ് ഇന്ന് ആഷിൻ? ദീപികയിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യ പേജ് തന്നെ ഇതാ കണ്ടാൽ നമുക്കറിയാം, വനംവകുപ്പിനെതിരെയുള്ള വാർത്തകളുണ്ട്, ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ജീവനുകളെ കുറിച്ചുള്ള വാർത്തകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ വനം വകുപ്പ് വാങ്ങിക്കൂട്ടിയ ആഡംബര കാറുകളുടെ ഒരു കണക്ക്, ഒരു പട്ടിക. ഡീസൽ അടിക്കാൻ പൈസ ഇല്ലെന്ന് പറയുന്നു. അതെ, പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 21 കോടി രൂപയാണ് വാഹനങ്ങൾ വാങ്ങുന്നതിന് മാത്രമായി വനം വകുപ്പ് ചെലവഴിച്ചിട്ടുള്ളത്. 222 വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവർ വാങ്ങിക്കൂട്ടിയത്. പക്ഷെ ഈ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴും ആ പത്രത്തിൽ തന്നെ ഇതാ ബാക്കിയുണ്ട്, എത്ര ജീവനുകളാണ് പൊലിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ വനം മന്ത്രിക്കെതിരെ പറയുന്നതും വനം മന്ത്രി അനുകൂലിച്ച് പറയുന്ന ആളുകളുടെ അടക്കം പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി 2 പേജിൽ വിശദമായി തന്നെ നൽകുന്നു. 620 കോടിയോളം കേന്ദ്രത്തോട് ചോദിച്ചു, പക്ഷേ 21 കോടിയെ കണ്ട് കേരളം, അല്ലെ 41 കോടിയെ കേന്ദ്രം തന്നിട്ടുള്ളൂ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും 21 കോടി മുടക്കി ആഡംബര കാർ വാങ്ങാൻ വനം വകുപ്പിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഡീസൽ അടിക്കാൻ ബീറ്റ് ഓഫീസർമാർക്ക് പണം കൊടുക്കാത്തത് എന്ന ചോദ്യവും അവിടെ പ്രസക്തമാണ്.